സ്നേഹത്തോടുകൂടിയും സുബോധമുള്ളവരായി പകലിൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾ ആരാന്നും ആരുടെ മക്കളാന്നും നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? കുറച്ച് പേര് ആ പല സഭകളിൽ നിന്നും പല മതങ്ങളിൽ നിന്നൊക്കെ വന്ന് പെന്തിക്കോസുകാരായിട്ടൊരു ഹാളിൽ കൂടണം, അതിനല്ല നമ്മളെ വിളിച്ചത്. സ്തോത്രം. നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാനോ ഒരു ബിസിനസ് ചെയ്യുവാനോ ഒന്നും അല്ല നമ്മളെ വിളിച്ചത്. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേറെ ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ ഒരു ചെറിയ വരുമാനത്തിന് ഇല്ലേ, അത്രയല്ലേ ഉള്ളൂ. ജോലി എന്തിനാണ് ദൈവമക്കളെ? ആഹാരം എന്തിനാ? ബലം തരാൻ, തിന്നാൻ വേണ്ടി ജീവിക്കല്ല, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? യെസ്, അല്ലല്ല. വസ്ത്രം എന്തിനാ? നമ്മുടെ നഗ്നത നമ്മൾ ഷോ ഓഫ് കാണിക്കാനല്ല. വസ്ത്രം എന്തിനാണ്? അത്രയേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ വിളിച്ചത് എന്തിനാണ്? കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കർത്താവിൻ്റെ പ്രിയ മക്കളായിട്ട് വിളിച്ചത് എന്തിനാ? അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു സീരീസ് ഓഫ് വലിയൊരു ദൗത്യമുണ്ട്. അതിൽ എല്ലാ വർഷവും ആരംഭവും നമ്മൾ തീരുമാനമൊക്കെ ഉണ്ടല്ലേ, എത്രത്തോളം നമ്മളത് മനസ്സിലാകുന്നു നമ്മുടെ വിളിയുടെ ആഴം എന്ന് ഹല്ലേലൂയ കർത്താവിനോട് ഈ ദിവസങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. അതുകൊണ്ട് സുബോധമുള്ളവരായി എന്ന് പറഞ്ഞിട്ടാണ് 9 വായിച്ചു. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? മരിച്ചാലും ജീവിച്ചാലും, അല്ലാതെ രാത്രിയിലത്തെ ഉറക്കത്തിൻ്റെ കാര്യമല്ല. നമ്മൾ അതുകൊണ്ട് മരിച്ചാലും ഈ അധ്യായത്തിൻ്റെ നേരത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചു. ചിലരൊക്കെ മരിച്ചു പോയവർ എല്ലാ സഭയ്ക്കും ഞാൻ പറഞ്ഞ ഇന്നത്തെ പോലൊരു റിട്ടേൺ പ്രമാണം. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എന്തിനാണ് വിളിച്ച്? യു ആർ അപ്പോയിൻറ്റഡ് ടു ബി സേവ്ഡ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും എന്ന് വെച്ചാൽ നമുക്ക് വിഷയം എന്തുവാ? ജീവിച്ച് കുറേ നാളോട് നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ അവരുടെയൊക്കെ ഉയർച്ച കണ്ട് എന്നൊക്കെ പലരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും മാനുഷിക രീതിയിൽ ജീവിച്ച് കുറേ നാളും കൂടെ അങ്ങ് സന്തോഷമായിട്ട്. ഈ ചിലരൊക്കെ മരണവെപ്രാളം എന്ന് പറയാൻ കാരണം എന്നാ? ക്ഷീണമൊക്കെ വരുമ്പോൾ മരിക്കാൻ പോകുമ്പോൾ അയ്യോ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കുമോ. ഡോക്ടറിനോടൊക്കെ കരയുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ എന്തോ വെള്ളം തരാം, എല്ലാം തരാം, എന്നെ എന്ത് ചെയ്യണമെന്ന്. കർത്താവ് പറയുന്നത് എന്തുവാ? മരിച്ചാൽ തീരുന്നില്ലല്ലോ. മരിച്ചാൽ ഇവിടെ നിർത്തിയത് പോസ് വെക്കുന്നു, ഈ പോസ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും കാഹളം ഊതുമ്പോൾ. അത് മരിച്ചവരാണ് ആദ്യം ഉയർത്തുന്നത്. തെസ്സലോനിക്ക സഭയോട് പറയുന്നതുകൊണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നീ ജീവിച്ചാലും മരിച്ചാലും നിന്നെ വിളിച്ചിരിക്കും. നീ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി. എന്തെങ്കിലും കാരണവശാൽ കർത്താവിൻ്റെ ആ ഒരു പൂർണ്ണത പ്രാപിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മളൊക്കെ എത്ര ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിച്ചവരുണ്ട്? എത്ര പേര് പെണ്ണൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത് ഇല്ലേ? പെണ്ണുങ്ങൾക്കും പറയാനുണ്ട്. ഒത്തിരി പേര് എന്നെയും വന്ന് കണ്ടു. എല്ലാവരും അവർക്ക് മീൻസ് നല്ലത്, ഏറ്റവും നല്ലതൊക്കെ വിചാരിച്ച് ചേരുന്നതും നല്ലതൊക്കെ നോക്കിയല്ലേ. ചില വിഷയത്തിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇതാ നല്ലത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എൻ്റെ കർത്താവിനുണ്ടല്ലോ ഒരു കോംപ്രമൈസും ഇല്ല. താൻ 10,000ങ്ങളിൽ അതിസുന്ദരനും ഹല്ലേലൂയ, ഹി ഡ്വെൽസ് ഇൻ ദ ഗ്ലോറി ഓഫ് ദ ഗ്ലോറീസ്, തേജസ്സിൽ വസിക്കുന്ന കർത്താവ്. അതിലും കുറഞ്ഞ ആ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ്. അതുകൊണ്ട് പകുതി വെന്തതിനെ കൊണ്ടുപോകത്തില്ല, 3/4 മാനസാന്തരപ്പെട്ടതിനെ കൊണ്ടുപോകത്തില്ല, 99% മാറ്റമുള്ളവരെ കൊണ്ടുപോകുമോയെന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ ഈ കാഹളം ഊതുന്നതോടുകൂടി തീരും. നിങ്ങൾ പറയും കൃപയുള്ള കർത്താവല്ലേ, ക്ഷമിച്ചങ്ങ് കൊണ്ടുപോകും. ഇപ്പം ക്ഷമിക്കും. കാഹള ഊതുന്ന മൂവ്മെൻറ്റ് വരെയും കൃപയുണ്ട്, കരുണയുണ്ട്, ക്ഷമയുണ്ട്. അത് കഴിഞ്ഞ് ക്രോധകലശമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ. കാഹളം ഊതുമ്പോൾ കൺട്രോള് കർത്താവ് എതിർ ക്രിസ്തുവിന് കൊടുക്കും. ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന് കൊടുക്കും, എതിർ ക്രിസ്തുവിന് കൊടുക്കും. അപ്പോഴേ കർത്താവിന് അറിയാം. പിന്നെ എന്തിനാണ് ഈ ആൻസറിനെ കെട്ടവരെ ന്യായം വിധിക്കുവാൻ? ഹൂ വിൽ ബി ഏബിൾ ടു എൻഡ്യൂർ എന്ന് എഴുതിയിരിക്കുന്നത്. ആരിത് സഹിക്കുവാൻ കഴിയും?
സഹിക്കാൻ പറ്റാത്തൊരു മഹാപീഡനകാലം കർത്താവ് തന്നെ ഒരുക്കിയിരിക്കുക. 7 വർഷം നിലവിളിക്കും, പർവ്വതങ്ങളെ എൻ്റെ മേൽ വീഴണമേ, ഒന്ന് മരിക്കാൻ ഈ കഷ്ടതയിൽ നിന്ന്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മുദ്ര കുത്താത്തവരെയും മുദ്ര കുത്തിയവർക്കും എല്ലാം ഉള്ള കഷ്ടത ആ സമയത്ത് നമ്മൾ കാണും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ക്രോധം അതിന് പറയുന്നത് എന്തുവാ? ദ റാത്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ക്രോധത്തിൽ പെട്ടുപോകുവാനല്ല നമ്മളെ രക്ഷയ്ക്കായിട്ട്. അപ്പോൾ ആൾക്കാർ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, ഞാൻ സ്നാനപ്പെട്ടല്ലോ. പിശാച് പറയും, ഇതൊക്കെ മുമ്പേ ഞാനും ചെയ്തതാണ്. താൻ കർത്താവിൻ്റെ സ്വർഗത്തിലെ തേജസ്സിൽ നിന്ന് ആരാധന നയിച്ചുകൊണ്ടിരുന്നവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടല്ലേ ഉള്ളൂ. പ്രധാന ദൂതൻ എന്ന് വെച്ചാൽ മിഖായേലിനേക്കാൾ, ഗബ്രിയേലിനേക്കാൾ പ്രധാനിയായിരുന്നു ലൂസിഫർ ഒരു കാലത്ത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും, അതിൻ്റെ കണക്ക് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നത്. അത്രയും വർഷം തേജസ്സിൽ വസിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരാധന നയിച്ചവനാണ്. ഇത് അവനെ എന്ത് ചെയ്തു? അടിച്ച് കർത്താവ്. അപ്പോൾ എന്തുവാ നമുക്കറിയാം, സ്തോത്രം, ഒരല്പം പോലും അനുസരണക്കേട്, മത്സരം, ജഡം, ഹല്ലേലൂയ അനുവദിക്കുന്ന ദൈവമക്കളെ, മോശയെ ഓർക്കുമ്പോഴാണ് ഈ ജനത്തെ മുഴുവനും സൗമ്യതയോടുകൂടി 80 വർഷത്തോളം ശുശ്രൂഷ ചെയ്ത മോശ, 40+40 ശുശ്രൂഷ ചെയ്ത മോശ കനാൻ കണ്ടില്ലെങ്കിൽ നമ്മൾ കനാൻ കാണണമെങ്കിൽ ശരിക്കുമുള്ള രൂപാന്തരത്തിൻ്റെ ആവശ്യമാണ്. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പഠിക്കുന്ന വചനം രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ. ഓരോ മീറ്റിങ്ങുകളും രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ. ഒരു വലിയ മാനസാന്തരത്തിന് കാരണമായി തീരട്ടെ. കല്ലായ ഹൃദയമൊക്കെ ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. ബി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഉടനെ ഹൃദയ നുറുക്കത്തോടുകൂടി ഒന്ന് സമർപ്പിക്കുവാൻ ആ ഒരു മനസ്സ് ദൈവം നമുക്ക് തട്ടുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? 15-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചു തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരും. 2 കാര്യങ്ങളാണ് 15-ാമത്തെ വാക്യം. ഒന്ന്, കംഫർട്ട്, ആശ്വസിപ്പിക്കുവാൻ. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് എഡിഫൈ വൺ അനദർ എന്ന് എഴുതി. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ ഈ കഷ്ടതയൊക്കെ വരുമ്പോൾ, ഈ പോരാട്ടമൊക്കെ വരുമ്പോൾ, വില കൊടുക്കേണ്ട അനുഭവം വരുമ്പോൾ, നിങ്ങൾ പ്രവർത്തനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആദ്യം വില ഒന്നും കൊടുക്കേണ്ടാത്ത കേട്ടോ. നിങ്ങളൊന്ന് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ അറിയാം വെറുതെ ഇരിക്കുന്ന സാത്താൻ നിങ്ങളെ വെറുതെ വിടുമോ. അപ്പോഴാണ് നിങ്ങൾ പറയും, എനിക്ക് പോരാട്ടമൊന്നുമില്ലല്ലോ, ഈ പാസ്റ്റർ എന്തോ എപ്പോഴും പോരാട്ടം എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്ന സാത്താൻ നിങ്ങളൊരു ഭീഷണിയല്ലെന്നേ. നിങ്ങൾ ജസ്റ്റ് ഒരു നാമതേ വിശ്വാസി പോലെ ആയിപ്പോൾ. സാത്താൻ അതൊരു ഭീഷണിയല്ലല്ലോ. നിങ്ങൾ ചിലരെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നേ. അപ്പോഴാണ് എന്ത് സംഭവിക്കും? പോരാട്ടത്തിൽ കൂടും, അതിൻ്റെ വിഷമത്തിൽ കൂടും, ക്ഷീണത്തിൽ കൂടും, പ്രതികൂലങ്ങൾ കൂടും കടന്നു പോകുന്നതിന് നിങ്ങൾ ആശ്വസിപ്പിക്കുക. രണ്ടാമത് എഡിഫൈ. കർത്താവിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രബോധിപ്പിച്ച് ആത്മീയ വർധന വരുത്തുവാൻ. എന്നിട്ട് സഭയോട് പറയുക, അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് വേറെ നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കുന്ന നിങ്ങളോട് അപേക്ഷ. 12, 13 വാസി ഓരോരോ വിഷയങ്ങളാണ്, 2 വാക്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 12, 13 വാക്ക്. ഒന്ന്, നിങ്ങളെ ബലപ്പെടുത്തുന്നവർ, എൻകറേജ് ചെയ്യുന്നവർ, അവരെ എന്ത് ചെയ്യണം? അവരോട് നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർ, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നവർ. നിങ്ങളൊക്കെ മൂപ്പന്മാരാണ്, നിങ്ങൾ പാസ്റ്റർ മാത്രമല്ല, നിങ്ങളൊക്കെ ഓരോരുത്തരെ നിങ്ങളെ എൻകറേജ് ചെയ്യുവാനും ദൈവമാണ് ഓരോരുത്തരെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ, നിങ്ങളെ വചനം പഠിപ്പിക്കാൻ, നിങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തുവാൻ. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്താൻ. ഞാൻ മിടുക്കനാ, ഞാൻ ഇന്നലെ ആരോട് പറഞ്ഞു ഞാൻ സുന്ദരനാ, ഞാൻ മിടുക്കനാന്നൊക്കെ പറയുന്നത്, ഞാൻ നല്ലവനാ, ഞാൻ വലിയവനാന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമാണ്, പുകഴ്ത്തുന്നത് വലിയ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ കുറവ് വെളിപ്പെടുത്തിയാലോ ആ വ്യക്തിയോട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുറവ് വെളിപ്പെടുത്താൻ തന്നെ ഇരിക്കല്ല ചിലർ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാൽ, അല്ലെങ്കിൽ വചനം ഇങ്ങനെയാണല്ലോ സഹോദരി പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ മാറ്റം ആഗ്രഹിച്ച് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നവർക്ക് നിങ്ങളൊരു സന്തോഷമായി തീരണം. അല്ലെങ്കിൽ നിങ്ങളവരെ കരുതണം, നിങ്ങളവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എബ്രായ ലേഖനത്തിലൂടെ ആ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം ഒന്ന് വായിച്ച് 13:17, ഹീബ്രൂ ചാപ്റ്റർ 13:17. നിങ്ങൾ നടക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. കീപ്പേഴ്സ് ഓഫ് യുവർ സോൾ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ കണക്ക് സ്വർഗത്തിൽ പറയേണ്ട, നിങ്ങളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്ന ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് കീഴ്പ്പെടണം. ഒന്ന്. രണ്ടാമത് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. അവരോട് എന്ത് ചെയ്യണം? കോപ്പറേറ്റ് ചെയ്യണം എന്ന് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അവർ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ ഒന്നുമല്ല, നിങ്ങളുടെ കുറ്റം വെളിപ്പെടുത്താൻ, നിങ്ങളെ കൊച്ചാക്കാൻ ശ്രമിക്കുമല്ല. അവർ നിങ്ങളുടെ ആത്മാവിൻ്റെ കണക്ക് സ്വർഗത്തിൽ പറയണം. നിങ്ങളുടെ മേലുള്ള ഇടയന്മാരെ ഓർത്ത്
ഇന്ന് സത്യം പറഞ്ഞാൽ ഈ പ്രമാണത്തിൽ നിന്നൊക്കെ ഒത്തിരി അങ്ങ് കോവിഡിന് ശേഷമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ മീറ്റിംഗ് കാണുക, എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ മെസ്സേജ് കേൾക്കുക, പറ്റുവാണെങ്കിൽ ആരാധനയ്ക്ക് പോകും, പറ്റിയില്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പൊതുവേ എല്ലായിടത്തും ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. പലരും ഉണ്ട് ആരാധനയ്ക്ക് പോകാതൊക്കെ, പലരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്നെ വിളിക്കും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. എന്നിട്ട് നാട്ടിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്ന് കൊല്ലത്തു നിന്ന് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് വിളിച്ചു, പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് വിഷയം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് കൂട്ടായ്മയിലാണ് പോകുന്നത്? നിങ്ങൾക്ക് അവിടെ ഒരു പാസ്റ്റർ ഇല്ലേ? അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആത്മീയ കൂട്ടമില്ലേ? അത് വെച്ച് പാസ്റ്റർ എൻ്റെ സാഹചര്യം പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതിനൊരു പ്രമാണമുണ്ട്. കീപ്പേഴ്സ് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ ദേശത്ത് ദൈവം നിങ്ങളെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുവാൻ, വെറുതെ ബലപ്പെടുത്തുവാനല്ല, നിങ്ങളെ തികവിൽ പണിത് നിങ്ങളെ സ്വർഗത്തോളം എത്തിക്കുവാൻ. കയനോട് ചോദിച്ചു, നിൻ്റെ അനിയൻ എന്തിയേ, അവൻ്റെ ജീവൻ എന്തിയെന്ന് ചോദിച്ചപ്പോൾ ബബ പറയേണ്ടി വന്നു എന്ന് പറയുന്ന പോലെ ദൈവം കണക്ക് ചോദിക്കുന്ന ദൈവമാണ്. ഓരോ വിഷയത്തിലും നമുക്കറിയാം. അല്ല, പാസ്റ്ററിനോട് ചോദിക്കും, ഇടയനോട് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച ആത്മാവ് എന്തിയാ, ആ കുടുംബം എന്തിയെന്ന് ചോദിച്ചാൽ ഞാനന്ന്. അതുകൊണ്ട് ഒത്തിരി വിശ്വാസികളൊന്നും ഉള്ളതിനേക്കാൾ എന്തുവാ നല്ലത്, ഉള്ളവരെ പണിത് കാഹളം ഊതുമ്പോൾ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോയില്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷമല്ലേ? നിങ്ങൾ ആത്മീയമായിട്ട് ബലപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട പോലെ ശുശ്രൂഷ ചെയ്യുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അല്ലെ, വേണ്ട പോലെ എൻ്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാത്തതിൻ്റെ കുറവായിരിക്കും. എവിടെയോ ഒരു കുറവുണ്ട്. കീപ്പേഴ്സ് ഓഫ് യുവർ സോൾ. ദൈവദാസന്മാർ, ഇടയന്മാർ ആരാണ്? നിങ്ങളുടെ ആത്മാവിൻ്റെ സൂക്ഷിപ്പുകാരാണ്. അതുകൊണ്ട് അവരെ ഒന്ന് കരുതുകയും അവർ പറയുന്ന ഒന്ന് കേൾക്കുക. എന്നെ കീഴ്പ്പെടണം എന്ന് ഇവിടെ എഴുതിയേക്കുന്നു, ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്യണമെന്ന് തെസ്സലോനിക്ക സഭയോടുകൂടി ഓർപ്പിച്ചുകൊണ്ടാണ്. നമ്മളൊക്കെ ടീച്ചേഴ്സായിട്ടുള്ളവരൊക്കെ ഉള്ളു. ഞാനും ഇതിൻ്റെ മുമ്പ് ടീച്ചറായിരുന്നല്ലോ. ഇവിടും ടീച്ചേഴ്സായിട്ടുള്ളവർ പലരും ഉണ്ടല്ലോ. സ്വതം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാൽ അത് ആരുടെ കുഴപ്പമാണ്? മാനേജ്മെൻറ്റ് ചോദിക്കും. ആ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പലരും നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ചോദിക്കും. ഇത് ഇൻഎഫിഷ്യൻസി ഓഫ് ദി ടീച്ചർ പഠിപ്പിക്കുന്ന വേണ്ട പോലെ പിള്ളേർക്ക് എന്ത് ചെയ്യുന്നില്ല. ആത്മീയ കാര്യത്തിന് നമ്മളൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ. ആത്മീയ കാര്യത്തിന് അവർക്കൊരു ദൈവഭയം വേണം, ഒരു സമർപ്പണമൊക്കെ വേണ്ടേ. എന്തുമായാലും അല്ലെങ്കിൽ അവരെ തൊടണേ കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും, ഞാനും അങ്ങനെ ടീച്ചറൊക്കെ ആകുന്നതിനും എൻ്റെ സ്കൂളിംഗ് പ്രായത്തിലൊക്കെ എന്നേക്കാൾ ഇളയവരെയൊക്കെ പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇല്ലേ. നമ്മൾ ഇളയ പിള്ളേരെയൊക്കെ, നമ്മുടെ അനിയന്മാരെയൊന്നും അല്ല, നാട്ടിലുള്ളവരെയോ സഭയിലുള്ളവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കും. അവരുടെ വീക്കായ സബ്ജക്ട്സ് അവർ ട്യൂഷൻ പോലെ ഹെൽപ്പിന് വരും. അങ്ങനെ ഞാനും ചിലരെയൊക്കെ ചില സബ്ജക്ട്സൊക്കെ പഠിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. അവർ ജയിക്കുമ്പോഴുണ്ട്, അവർ ജയിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേരൻസ് വിടുന്നത്. അവർ ജയിക്കുമ്പോൾ അവരെക്കാൾ സന്തോഷം ആർക്കാണെന്നറിയാം. ആ ഒരു പരീക്ഷയുടെ അടുത്ത് വരുന്ന ഒരു 2-3 മാസമായിരിക്കും നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ കുട്ടി ജയിക്കുമ്പോൾ അവർ പറയും, എങ്ങനെയോ ഞാൻ ജയിച്ചു എന്നേ അവർ പറയത്തുള്ളൂ. പക്ഷെ അവരെ പഠിപ്പിച്ചവരുടെ ഒരു സന്തോഷം കാണണം. ഒരു അച്ചീവ്മെൻ്റ് എന്ന് മാത്രമല്ല, സ്തോത്രം, അതിനുവേണ്ടി വർക്ക് ചെയ്തവർ. അപ്പം ഒരു വിശ്വാസി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തന്നെയാണ് ഒരു ദൈവദാസൻ്റെ സന്തോഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ ദ്രോഹിക്കല്ല, ഉപദ്രവിക്കല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കീഴ്പ്പെടണം, അവരെ സ്നേഹിക്കണമെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ ആരും ദ്രോഹിക്കുന്നൊന്നുമില്ല, ഉപദ്രവിക്കുന്നില്ല, നിങ്ങളെല്ലാം കരുതുന്നേ ഉള്ളൂ ദൈവസ്നേഹത്തിനായിട്ട്. സ്തോത്രം. തെസ്സലോനിക്ക സഭയോട് ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു അടുപ്പമാണ് ഇടയനും ആടും. അത് ഞാൻ പറഞ്ഞു, ഇന്ന് ഈ മൾട്ടിപ്പിൾ ഷെപ്പേർഡ്സിൻ്റെ ഒരു പല പാസ്റ്റർമാരുടെ കീഴിലാണ് പല ആടുകളും. അപ്പം പിന്നെ ഏതാണ് ആട്? ഞാൻ ആ പാസ്റ്ററോട് ചോദിക്കുക, ഏതാ നിങ്ങളുടെ ആട്? ചില ആഴ്ച അവിടുന്ന് കയറി വരും. ചില വലിയ സഭകളൊക്കെ അങ്ങനെയല്ലേ, കുറേ വരും കുറേ പോവും. ആരെയും ഭവനം സന്ദർശിക്കുന്നില്ല, ആരെയും അതൊക്കെ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഒരു സഭാ നടത്തിപ്പിൽ ആ കാര്യം കാണുമ്പോൾ ഇവിടെ വരുന്നവരെ കാണുന്നു, ഹായ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വ്യക്തമായി പ്രമാണം, പുതിയ നിയമ പ്രമാണം പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ. ഈ ദൈവദാസനെ കൊണ്ട് ഒറ്റയ്ക്കും ദേശത്തെ ശുശ്രൂഷയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് 13-ാമത്തെ വാക്യോട് വായിച്ച് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരെ സ്നേഹിക്കണം. ആദ്യം നിങ്ങളെ എൻകറേജ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിപ്പിൻ. 2ാമത് കൂട്ടു സഹോദരങ്ങളെ ഓർത്തില്ലേ. 14-ാമത്തെ വാക്യത്തോട്ട്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. ഇതൊക്കെ എവിടെ ഉള്ളതാ? സഭയുടെ വെളിയിലുള്ള ജാതികളുടെ കാര്യമല്ല, അയൽവക്കക്കാരുടെ കാര്യമല്ല. ഈ പ്രമാണം വിട്ട് പോകുന്നവരൊക്കെ എവിടെ ഉണ്ട്? സഭയിലുണ്ട്. അപ്പം ഒന്നുകൂടെ വായിച്ച്, ദോസ് ഹു ആർ ഡിസോർഡർലി എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അക്രമം കെട്ടവർ എന്ന് വെച്ചാൽ വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് പോകാത്തവൻ.
നിങ്ങളെല്ലാവരും കണ്ടതായി കഴിഞ്ഞ ആഴ്ച കിടന്ന് സർക്കുലേറ്റ് ചെയ്ത വീഡിയോസ്. അല്ലെങ്കിൽ ആൾക്കാർ മാറിപ്പോകുമ്പോൾ, ദൈവമക്കളെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരാത്തതൊക്കെ ജനത്തെ സന്തോഷിപ്പിക്കാൻ പറയുന്നതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ നാളെ പറയാൻ തുടങ്ങിയാൽ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ഞാൻ ദൈവത്തെ ഭയപ്പെടണം. ശുശ്രൂഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ഭയപ്പെടണം. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ക്രമം കെട്ടവരുണ്ട്. ക്രമം കെട്ടവർ എന്ത് ചെയ്യണം? വാൺ ദം എന്ന് എഴുതിയിരിക്കുന്നത്. ദോസ് ഹു ഗോ ഡിസോർഡർലി വാൺ ദം. നീ ഇങ്ങനെ പറഞ്ഞാൽ, നീ ഇങ്ങനെ ചെയ്താൽ, ഇത് വചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്. ദൈവം നിന്നെ ശിക്ഷിക്കും. അങ്ങനെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ അങ്ങനെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദൈവം നിന്നെ ശിക്ഷിക്കും എന്ന് പറയുമാറ് അല്ലെങ്കിൽ ഓരോരുത്തരും ആ ഒരു അഭിഷേകം പ്രാപിക്കും. അങ്ങനെ ദൈവദാസന്മാർ നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ശക്തമായിട്ട് നിന്ന്. ഇന്ന് എത്ര ദൈവദാസന്മാർക്ക് അങ്ങനെ ഒരു ദൈവദാസൻ്റെ കുറവ് വെളിപ്പെടുത്തുവാൻ പറ്റുന്നില്ല. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് വേണം. എല്ലാവരും പിന്നെയും ഒന്നിച്ച് സ്റ്റേജുകളിൽ ഇരിക്കേണ്ടതല്ലേ? എല്ലാവരും പിന്നെയും പല വേദികളിൽ ഒന്നിച്ച് കാണേണ്ടതല്ലേ? പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയേക്കുന്ന വാൺ ദോസ് ഹു ആർ ഡിസോർഡർലി. ക്രമം വിട്ട് പോകുന്നവരെ എന്ത് ചെയ്യണം? ബുദ്ധി ഉപദേശിപ്പിൻ. അല്ലെങ്കിൽ വാർണിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും. ഹെൽമെറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ നിയമം ജാനുവരി 1 തൊട്ട് ചെയ്തു. ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. 5 പ്രാവശ്യം സീറ്റ് ബെൽറ്റ് ഇടുന്നതിനോ ഫോൺ വിളിക്കുന്നതിനോ എന്തെങ്കിലും ഒരു പെറ്റി അടിച്ചാൽ 5ാമത്തെ പ്രാവശ്യം ആകുമ്പോൾ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും RTO. അപ്പം ഇതൊക്കെ സീരിയസ് കാര്യങ്ങളല്ലേ. ലൈസൻസ് ഇല്ല പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യും? അതുപോലൊരു പദമാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ക്രമം വിട്ട്. വചനത്തിനൊരു ക്രമമുണ്ട് ദൈവമക്കളെ. ഈ ക്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആകപ്പാടെ മനസ്സിനൊക്കെ ഇളക്കോ. നമുക്ക് ഈ ഡിസിപ്ലിൻ ഇഷ്ടമല്ല. നമുക്കാർക്കും ബൈബിളിൻ്റെ ഡിസിപ്ലിൻ ഇഷ്ടമല്ല. നമുക്കാർക്കും യഹോവയായ ദൈവത്തിൻ്റെ ആ ഒരു പ്രമാണത്തിലുള്ള ഡിസിപ്ലിൻ ഇഷ്ടമാണോ? എൻ്റെ ശരീരത്തിനും ഇഷ്ടമല്ല, നിങ്ങളുടെ ശരീരത്തിനും ഇഷ്ടമല്ല, ഈ ജഡത്തിനൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ ആത്മീയ മനുഷ്യനോട് ആ പരിശുദ്ധാത്മാവ് എന്ന് വീണ്ടും പറയുന്നു, നമ്മൾ ആദ്യം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിൽ ഡിസിപ്ലിൻ ചെയ്തുകൊണ്ട് വാൺ. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലില്ലാതെ എനിക്ക് വേറെ ആളെ വാൺ ചെയ്യാൻ പറ്റൂ. അല്ലല്ലേ, ആ സ്കേബയുടെ മക്കളുടെ അനുഭവമായി തീരും. നാണം കെട്ട് പോകും ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യം ആ വചനത്തിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടായിട്ട് വേണം മറ്റുള്ളവരോട് വാൺ ചെയ്യണം. ക്രമം കെട്ട് കഴിഞ്ഞാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ, അതാണ് കൂട്ടു സഹോദരങ്ങൾ തമ്മിൽ ചെയ്യേണ്ടത്. അടുത്തത്, ഒത്തിരി പേരുണ്ട്. നമ്മൾ ബലപ്പെടുത്താൻ നോക്കുക. സഹോദരൻ ബലപ്പെടുക. അവർക്ക് ബലമേറ്റെടുക്കാൻ പറ്റുന്നില്ല. അവരതുപോലെ കുഴഞ്ഞിരിക്കുക. അങ്ങനെയുള്ളവർ ഇവിടെ എഴുതി. ഉൾക്കരുത്തില്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ധൈര്യം കൂടെ അങ്ങോട്ട് പകരണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ എന്ത് ചെയ്യണം? താങ്ങുവെന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ജാനുവരി 1ാമത്തെ ആഴ്ച ഇവയ്ക്ക് ഒരു ക്ഷീണം വന്നപ്പോൾ ഞാൻ ഒരാൾ താങ്ങിയിട്ട് പറ്റിയില്ല. ഞങ്ങൾ 2 പേരോടാണ് 2 സൈഡിൽ കൂടെ താങ്ങി അങ്ങോട്ട് കൊണ്ടുപോയതും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒക്കെ. അപ്പം ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം? ആ വെയിറ്റ് നമ്മളിങ്ങ് എടുക്കണം. അതല്ലേ താങ്ങുവെന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞു. ഒരു കൈ ഇടത്ത് നിൽക്കുന്ന ഒരാൾ കൈ എടുക്കുമ്പോൾ പകുതി വെയിറ്റ് എടുക്കുക. വലത്ത് നിൽക്കുന്ന ആളോട് എടുത്തു കഴിഞ്ഞാൽ 2 സഹോദരങ്ങൾ ചേർന്ന് ആ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വെയിറ്റ് ഇല്ല. പിന്നെ താങ്ങിക്കഴിഞ്ഞാൽ ആ നടക്കുന്ന വ്യക്തിക്ക് എന്തില്ല? കാല് ചുമ്മാ താഴെ വെക്കുന്നേ ഉള്ളൂ. അവർക്കൊരു ഭാരവും ഇല്ലാത്ത രീതി. അപ്പം സഹോദരങ്ങൾ തമ്മിൽ ബലമില്ലാത്തവർ കാണും, അവരെ ധൈര്യപ്പെടുത്തുകയും ഉൾക്കരുത്തില്ലാത്തവർക്ക് നമ്മൾ അവരെ താങ്ങുവാനും ബലപ്പെടുത്തുവാനും. ദൈവമക്കളെ, ഇതൊക്കെ കൃപാവരങ്ങളാണ്. ഇതെന്തുവാ? കൃപാവരം. ഇത് മനസ്സില്ല പലർക്കും ചെയ്യുവാൻ. ലോകമനുഷ്യർ അവർ ഞാനെന്തിനാ വ്യക്തിയെ താങ്ങുന്നു, ഞാനെന്തിനാ വ്യക്തിയെ സഹായിക്കുന്നു, അവരുടെ ഭാരം ഞാൻ എടുക്കുമല്ലേ താങ്ങും എന്ന് പറയുമ്പോൾ ഞാനെന്തിനാ അവരുടെ ഭാരം എടുക്കുന്നു? പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഇതൊരു കൃപാവരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. നിങ്ങൾ മനസ്സിലാക്കി ഈ വരങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. മുൻപോട്ട്. യെസ്, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ക്ഷമിക്കുവാൻ. സ്തോത്രം. എന്നിട്ട് പല വിഷയങ്ങൾ കുടുംബത്തിൻ്റെ അകത്താവുമ്പോഴും പല വിഷയങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ സഭയ്ക്കകത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടായിരിക്കും. അതിന് ഒരു പ്രവൃത്തി ഒരാളിൽ നിന്ന് ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടാക്കിയാൽ പകരം അങ്ങോട്ട് എന്നാൽ ഞാനും എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് ഡോസ് കൊടുക്കുവാനല്ല,
ഇവിടെ എഴുതിയിരിക്കുന്നത് അത് ക്ഷമിക്കുവാനും ദീർഘക്ഷമ കാണിക്കുവാനും നമ്മളിൽ നിന്ന് ആ ഒരു ആത്മാവിൻ്റെ ഫലം, സ്നേഹത്തിൻ്റെ ഫലം അവരനുഭവിക്കുവാൻ, അത് നിമിത്തം അവരുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ, പിന്നെ അവരുടെ ജീവിതത്തിൽ മേലിൽ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ഡോസ് കൊടുത്താൽ അവരും എന്ത് ചെയ്യും, പയറ്റി എത്ര കൂട്ടങ്ങളിലാണെന്നറിയോ, വലിയ വലിയ ആത്മീയ കൂട്ടങ്ങൾ പോലും പല ഗ്രൂപ്പിസവും തമ്മിൽ പയറ്റും, എഴുന്നേറ്റുന്ന കുത്തുപ്രസംഗങ്ങളും, അടുത്ത ആൾ എഴുന്നേറ്റുന്ന അടുത്ത കുത്തുപ്രസംഗം, ഈ കുത്തുപ്രസംഗം കൂടിയാണ് അവസാനം കയ്യാങ്കളിയാകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സഭകളിലോട്ട് കണ്ടിട്ടുണ്ടല്ലോ, കൺവെൻഷനുകളുടെ അവസാനം അടിയായി. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ സഭയിലൊക്കെ അടി ഉണ്ടാകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ഉള്ളതുകൊണ്ട്. അപ്പോഴത്തേക്ക് ഒരു ടീമിങ് വന്നു, അടുത്ത ടീമിങ് വന്നു, സഹോദരിമാരും ഉണ്ട്, ഇപ്പുറത്തെ ടീമിൽ സഹോദരിമാരും ഒക്കെ ഉണ്ട്, ടീം കൂടി കൂട്ടയടി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ തന്നെ വേറൊരാളോട് വിഷമം വരാതെ, കയ്പ് വരാതെ, അത് അവിടെ വെച്ച് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രൈസ് ലോർഡ്. ഒരു ദീർഘക്ഷമ, ഇതെല്ലാം കൃപകളാണ് ദൈവമക്കളെ, ഇതെല്ലാം വരങ്ങളാണ്. നമ്മൾ നേരത്തെ താങ്ങുകയും ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞ പോലെ തന്നെ ദീർഘക്ഷമ കാണിക്കുവാൻ. പിന്നെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യണ്ടായെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? തിന്മയ്ക്ക് പകരം, ഇത് എളുപ്പമാണ് പറയാൻ, പക്ഷേ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ നമുക്ക് പോലും പെട്ടെന്ന് റിയാക്റ്റ് വരുന്നത് എങ്ങനെ? നമ്മുടെ ജഡം അങ്ങനെ, എവരി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ട് തെള്ളും നമ്മൾ, ഇല്ലേ? പെട്ടെന്ന് നമ്മുടെ ജഡം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ, അയ്യോ തെള്ളിപ്പോയല്ലോ. അതുകൊണ്ട് ഇവിടെ വളരെ കൃപയോടുകൂടി ആയിരിക്കാൻ, കൃപയോടുകൂടി ആയിരിക്കാൻ, വളരെ ശാന്തതയോടുകൂടി ആയിരിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ. എന്നിട്ടാണ് നമ്മൾ സ്ഥിരം വായിക്കുന്ന ചില വാക്യങ്ങൾ. റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവം കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ച എന്തിനാ? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത്, തൻ്റെ സന്തോഷമല്ല. കാര്യം തനിക്ക് സ്വർഗത്തിൽ സൂപ്പർ സന്തോഷത്തിൽ നിന്നാണ് താനിങ്ങോട്ട് ഇറങ്ങി വന്നത്. സന്തോഷം മാത്രമേ അവിടെ ഉള്ളൂ. തൻ്റെ സന്തോഷവും സമാധാനവും കെടുത്തുന്ന, തന്നെ നിന്ദിക്കുന്ന ഒരു ദൂതനും അവിടെ ഇല്ല, ഒരു സ്വർഗീയ സൃഷ്ടിയും അവിടെ ഇല്ല. അതെല്ലാം ഈ ലോകത്തിലാണ് ഉണ്ടായത്. തൻ്റെ സ്വർഗീയ അധികാരവും സന്തോഷവും വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് ലേഖനത്തിൽ അത് എഴുതുമ്പോൾ, അപ്പോസ്തലൻ അത് ഓർപ്പിക്കുമ്പോൾ, തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അത് ആരുടെ സന്തോഷമാണ്? എൻ്റെയും നിങ്ങളുടെയും സന്തോഷമല്ലേ? യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ അത് വീണ്ടും ഓർപ്പിച്ചിട്ടുണ്ട്. ഒരു വാക്യം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. ഒന്ന് യോഹന്നാൻ, ചെറിയൊരു വാക്യം, പക്ഷേ ഞാൻ പലപ്പോഴും ഓർത്ത് സന്തോഷിക്കാറുള്ള ഒരു വാക്യം. 1 യോഹന്നാൻ 1:4. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. That your joy might be full എന്നായിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുന്നത് എന്തിനാ? നിങ്ങളുടെ സന്തോഷം. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വെളിച്ചമാകും. ഒട്ടും ഒരു വെളച്ചിലോ ഒരു ഇരുട്ടിൻ്റെ പ്രവൃത്തിയോ നിങ്ങളിൽ ഉണ്ടാകല്ല. ദൈവത്തിൻ്റെ അവനുമായിട്ട് കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? യേശുവിന് യോഗ്യമായിട്ട് ജീവിച്ചോണം, ആ പ്രവൃത്തി കാണിച്ച് ജീവിച്ചോണം. എന്ന് വെച്ചാൽ 2 മോഹം വേണ്ട. സഭയിലൊരു മോഹവും പുറത്തൊരു മോഹവും വേണ്ട. നീ യേശുവിനോട്, ഇഫ് യു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ജീസസ്, നിനക്ക് യേശുവിനോട് കൂട്ടായ്മയുണ്ടെന്ന് പറഞ്ഞാൽ അതെപ്പോഴും നീ യേശുവിൻ്റെ കൂടെ നടക്കുന്നത് എന്ന് തെളിയിച്ചോണം. എന്നിട്ട് അതിൻ്റെ മേളിലാണ് കർത്താവ് എഴുതിയേക്കുന്നത്, നിൻ്റെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ പരിശുദ്ധാത്മാവിൽ കൂടി ദൈവദാസന് ഓർപ്പിക്കുക. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ചില ഡിസിപ്ലിനറി കാര്യം എഴുതിയിട്ട്, നിൻ്റെ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിക്കണമെന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ട്, നീ അല്ലെ കപടഭക്തിക്കാരനായി തീരുമെന്ന് താഴെ എഴുതിയിട്ട്, നീ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ മാത്രമേ നിൻ്റെ സന്തോഷം എന്ത് ചെയ്യത്തുള്ളൂ? പൂർണ്ണമായി. കർത്താവ് വന്നത് അതിനാ, കർത്താവ് ക്രൂശിൽ മരിച്ചത് അതിനാ, കർത്താവ് ഈ വില കൊടുത്തത് മുഴുവൻ, നിന്ന് അനുഭവിച്ചത് മുഴുവനും, നമ്മളെ വിളിച്ചത് അതിനാ, നമ്മളെ കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്ന് വിളിച്ചത് അതിനാ. ഇന്നലെയൊക്കെ ഒരു അടക്കത്തിന് പോയല്ലോ, ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും വളരെ ദൂരെ പോയി, രാത്രിയിൽ എത്ര മണിക്കെത്തി? 11:15 വീട്ടിലെത്തിയപ്പോൾ, അല്ലേ? അത്രയും ലേറ്റായി എത്തിയപ്പോൾ. അവർ വിശ്വാസികളല്ലായിരുന്നല്ലോ. നിങ്ങളവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഒരു മനുഷ്യന് പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെയൊക്കെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ചടങ്ങുകൾ അവരുടെയൊക്കെ മധ്യത്തിൽ അതുപോലെ ആയി തീരേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചത് എന്തിനാണ്? നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ. നമ്മുടെ കുടുംബക്കാർക്കൊന്നും കോടികളുണ്ടെങ്കിലും ഞങ്ങളുടെ അപ്പയുടെ സൈഡിൽ നിന്ന് മമ്മിയുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ട്. ഇതുപോലെ നേരത്തെ ബിസിനസ്സിലിറങ്ങി ഭയങ്കരമായിട്ട്
അവരൊക്കെ പല രാജ്യങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന 100 കോടികളല്ല, ആയിരക്കണക്കിന് കോടികളുടെ ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനികൾ, സ്വന്തമായിട്ട് കമ്പനികൾ, കീഴിൽ 2000 3000 ഒക്കെ സ്റ്റാഫിനെ വെച്ച് നടത്തിയ, 70 തൊട്ട് നടത്തിയ അവരുടെ മക്കളുമൊക്കെ. അതുകൊണ്ട് അങ്ങനെ ലാവിഷായിട്ട് ജീവിച്ച ആൾക്കാരുടെ 2 പേരുടെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ. അതിൽ ഒരാളുടെ കാര്യം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അവരുടെ റിലേറ്റീവ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈ 2 ബിസിനസ്സുകാരും അവരുടെ ലാസ്റ്റ് സമയങ്ങൾ വളരെ വളരെ വല്ലാത്ത മോശമായി, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ട് ദൈവം നിർത്തിയ ഒരു സമയമുണ്ട്. അതിൽ നിന്നൊക്കെ മാറിപ്പോയ അവസ്ഥകൾ. അപ്പം ആയിരക്കണക്കിന് കോടി 2 എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവരുടെ പേര് പറയാത്ത തന്നെ ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ബിസിനസ്സുകാർ. അങ്ങനെ അവരുടെ കമ്പനി ടോപ്പായിട്ട് നിന്ന 2 ബിസിനസ്സുകാരുടെ കാര്യം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർക്കുവായിരുന്നു. അവിടെ ആയിരക്കണക്കിന് കോടികൾ കയ്യിലുണ്ടെങ്കിലും സമാധാനം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം, ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകല്ലേ എന്നാണ്. ഹല്ലേലൂയ. ദാറ്റ് യുവർ ജോയ് മൈറ്റ് ബി ഫുൾ. ഫുൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ജഗ് ഫുൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? 3/4 എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഫുള്ളെന്ന് പറഞ്ഞാൽ അവിടെ വേറൊന്നിനും സ്ഥലമില്ല. അപ്പം നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സന്തോഷം കൊണ്ട് ഫുൾ. ആ സ്പീഡോമീറ്ററൊക്കെ എന്ത് ചെയ്യണം? ഇടിച്ച് നിൽക്കണം, ഫുൾ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സാത്താനോ നിങ്ങൾ ഒരു ദിവസം സന്തോഷിപ്പിക്കത്തില്ലേ? എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിട്ട് ഒന്നില്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ ആ വാക്യം. അതുകൊണ്ട് ഇവിടും അത് തന്നെയാണ് പറയാനുള്ളത്. എപ്പോഴും സന്തോഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന വാക്യങ്ങൾ, സ്ഥിരം വാക്യം, നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നേ ഉള്ളൂ. 17-ാമത്തെ വാക്യം. എപ്പോഴും സന്തോഷിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടവിടാതെ. എന്തുവാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത്? 2 കാര്യങ്ങൾ. ഇടപെടാതെ പ്രാർത്ഥിക്കണം, ഇടപെടാതെ സ്തോത്രം ചെയ്യണം, അല്ല നന്ദി കരുതണം. ഈ എന്തുവാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ സ്വത്തം. ചിലർ എനിക്കറിയാം, ഈ വണ്ടിയുടെ സ്പീഡൊക്കെ കൂടുമ്പോൾ, ബൈക്കിൽ പോവുകയാണെങ്കിലും കാറിൽ പോവുകയാണ്, അവിടെ പിടിച്ചത് സ്വത്തം. അതെന്തു സ്തോത്രമാണ്? പേടിച്ചിട്ടുള്ള സ്തോത്രം, ഇല്ലേ? അവിടെ ആരെങ്കിലും മണി അടിക്കുമ്പോൾ അടുത്ത വീട്ടിലെ ഒരു പൂജാരി വന്നിട്ട് ഇന്നൊരു പൂജ അടക്കുവാന്ന് വിചാരിച്ച് ശരിക്കും ഇവരുടെ ശാസ്ത്രം അനുസരിച്ച് എങ്ങനെ അവിടുന്ന് ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം ഓടി മറ്റുള്ള വീടുകളിലേക്ക് അങ്ങ് കയറും. അപ്പോഴത്തേക്ക് അത് പേടിച്ചിട്ട് മറ്റുള്ള വീടുകളും അതിൻ്റെ അടുത്ത ക്രമം, അങ്ങനെയാണല്ലോ ഒരു ഭാരതീയ വിശ്വാസം. അപ്പം അവിടുത്തെ അന്ധകാര ശക്തികളെ ഓടിച്ചു വിടാൻ ഹോമവും മണിയടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ വിശ്വാസികൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും? സ്വത്തം പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ആരാധിക്കുന്നതുകൊണ്ടും ഒരു തെറ്റുമില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പിടിച്ച് വെച്ചിട്ട് ഈ സ്വത്തം എന്തിനാ? പേടിച്ചിട്ടുള്ള. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ പേടിച്ചിട്ടുള്ള സ്തോത്രത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിപ്പീന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവുമായിട്ടൊരു സംസാര ബന്ധത്തിലായി തീരുവാനില്ലേ? ഈ ദൈവത്തിൻ്റെ കൂട്ടായ്മ മനുഷ്യരോടാണ്, മനുഷ്യപുത്രന്മാരോടാണ്. ഹിസ് ഫെലോഷിപ്പ് ഈസ് വിത്ത് ദ സൺസ് ഓഫ് മെൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളുമായിട്ട്, മനുഷ്യനുമായിട്ട് കൂട്ടായ്മ കൂടുവാനായിട്ടാണ് കർത്താവ് ഇറങ്ങി വന്നത്, ആ ഒരു പുതിയ പ്രമാണം തന്നത്. ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ മകൻ, എൻ്റെ മകൾ ഏത് കാര്യവും എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം, ഏത് വിഷയവും എന്നോട് സംസാരിക്കണം. ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ചില പെണ്ണുങ്ങൾക്ക്, ഭാര്യമാർക്കായിരിക്കും, ചില സഹോദരങ്ങൾക്ക് പോലും ചിലപ്പം ആംഗ്ല ആരെങ്കിലോട് സംസാരിച്ച് തന്നെ പെങ്ങൾ പിണങ്ങി മാറിപ്പോകുന്ന കാണാം. കാര്യം എൻ്റെ ആംഗ്ല, അല്ല എൻ്റെ ബ്രദർ, എൻ്റെ അപ്പൻ, എൻ്റെ ഭർത്താവ്, അല്ല എൻ്റെ ഭാര്യ. സഹോദരന്മാർക്ക് ഇച്ചിരി കൂടുതലുള്ള സഹോദരന്മാർക്കും ഉണ്ട്. വേറെ ആരെങ്കിലോട് സംസാരിച്ചാൽ പിന്നെ അവർക്ക് എന്തോ ആപ്പാട്. കർത്താവ് ഈ സ്നേഹം കൂടുമ്പോഴാണ് ഈ പൊസസീവ്നെസ് ഉണ്ടാകുന്നത്. കർത്താവിന് മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? നമ്മൾ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ മനസ്സിൽ തന്നെ അനുസരിക്കുന്ന, താൻ വിളിച്ച തൻ്റെ പ്രിയ മക്കൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? 100 കൂട്ടം കാര്യം. കർത്താവിനേക്കാൾ പലപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾക്കായി പോകും സ്ഥാനം, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, ഭർത്താവിന് വേണ്ടി സംസാരിക്കുന്നത്, ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്, യേശുവിന് വേണ്ടി സംസാരിക്കാൻ എന്തുവാണ്? ഈ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന അത്രയും എനർജി മതി, അത്രയും തീഷ്ണത മതി. ആർക്ക് വേണ്ടി സംസാരിക്കാൻ? യേശുവിന് വേണ്ടി സംസാരിക്കാൻ. അത് നമ്മൾ വിട്ടുപോകും. സംസാരിക്കുന്ന മുഴുവനും നമ്മുടെ മനസ്സിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി വാദിക്കും, അവർക്ക് വേണ്ടി സംസാരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നമുക്ക് ഒത്തിരി പേരുണ്ട്. നമ്മുടെ അപ്പനമ്മമാർ കാണും, സഹോദരങ്ങൾ കാണും, സ്നേഹിതർ കാണും, നമ്മുടെ ബിസിനസ് കാണും, നമ്മുടെ ജോലി കാണും. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. യേശുവിൻ്റെ മനസ്സിൽ ആര് മാത്രമേ ഉള്ളൂ? ദൈവമക്കളെ, അല്ലേ? അപ്പോൾ സ്നേഹം ഉണ്ടാകത്തില്ലേ?
നമ്മൾ കർത്താവിനോട് ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനയല്ല. കർത്താവ് എനിക്ക് ആ സൂക്ഷിക്കണേ, കർത്താവ് എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ല. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് മറുപടി പറയും. നമുക്കത് ഒത്തിരി ഏകാഗ്രത വേണം. പഴയ നിയമകാലമാണ് നമ്മളോട് പറഞ്ഞതിനെ വല്ല സീനായ് പർവ്വതത്തിൽ കയറാൻ മോശയോട് പറഞ്ഞു. ശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏകാഗ്രത വേണം. പുതിയ നിയമത്തിൽ പോലും നമ്മളത് കാണുന്നു. യേശു കർത്താവാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്ത് അറേബ്യയിലേക്ക് പോയി. ഇവിടെ ഈ പട്ടണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പല വിഷയങ്ങൾ, പല തിരക്കുകൾ, പല വ്യാപാരങ്ങളൊക്കെ അല്ലേ, പല ജോലികൾ, പല കുടുംബാംഗങ്ങൾ, അവർ ഡിസ്റ്റർബൻസസാണ്. അപ്പം അതുകൊണ്ടാണ് നിൻ്റെ മുറിക്കകത്തോട്ട് പോയി കതവടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ പ്രമാണം ആദ്യം പഠിപ്പിച്ചപ്പോൾ എന്തുവാ? ഏകാഗ്രത വേണം. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും, സഹോദരിമാരാണെങ്കിൽ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ സഹോദരന്മാർ പുറത്തായിരിക്കും, എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾ സ്കൂളിലായിരിക്കും, കോളേജിൽ പോകുമ്പോൾ, കോളേജിലും സ്കൂളിലും ഒക്കെ കർത്താവിനോട് ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ നഷ്ടം ആർക്കാ? കർത്താവിനല്ല, നമുക്ക്. സന്തോഷിക്കണോ? എപ്പോഴും ഇടപെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇടപെടാതെ സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം എന്തുവാ? ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്തോത്രം സ്വോത്രം 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 സ്വോത്രം. ഞാൻ 3000 സ്തോത്രം പറഞ്ഞു. ജാതികൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? കത്തോലിക്കർ അങ്ങനെ ചെയ്യുന്നുണ്ട്. റോസറി പ്രെയർ ഉണ്ട്. മുസ്ലിംസിനെ എണ്ണി പ്രാർത്ഥിക്കുന്നുണ്ട്. കത്തോലിക്കർക്ക് ഇച്ചിരി, മുസ്ലിംസ് ഒരു റൗണ്ട് പ്രാർത്ഥിച്ചാൽ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കറക്റ്റ് അറിയത്തില്ല, ചോദിക്കണം. ഇനി മുസ്ലിം ചെയ്യുന്നമാരോടും ചോദിക്കണം. പക്ഷേ കാത്തലിക്സ് എനിക്കറിയാം, ഒന്നല്ല ഒരു പല റൗണ്ട്. ഇതിച്ചിരി കട്ടിയുള്ള കാര്യം, അതുകൊണ്ട് ഒരു ഇത്ര വട്ടം ചൊല്ലണം എന്ന് പറഞ്ഞാൽ ആ റോസറി പ്രെയർ ഒരു 12 ആവർത്തി 25 ആവർത്തിയൊക്കെ ചൊല്ലുന്നത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ചൊല്ലിയിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇങ്ങനെ ചൊല്ലി വെപ്രാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും അല്ല ദൈവമക്കളെ. ഈ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയൊക്കെ ഉയരേണ്ടത് ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ നിന്ന് നന്ദിയും സന്തോഷവും ഒക്കെ അങ്ങോട്ട് ഉയരുമ്പോൾ താങ്ക് യു ലോർഡ് ഇല്ലേ, എല്ലാറ്റിനും എല്ലായ്പ്പോഴും. അങ്ങനെയല്ലേ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? കർത്താവിനെ എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷയിൽ എന്ത് എഴുതിയിരിക്കുന്നത്? നന്ദി കരയേറ്റുവാൻ. ഇതൊരു സംസ്കൃത പദമാണ് സ്തോത്രം. ഹല്ലേലൂയ, യഹോവയ്ക്ക് സ്തുതി, അതൊരു എബ്രായ പദമാണ്. അതുകൊണ്ട് ഈ ഹല്ലേലൂയ പറയുമ്പോഴും സ്തോത്രം പറയുമ്പോൾ നമുക്കതിൻ്റെ ആഴം അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോ? നന്ദി കർത്താവേ എന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ ഓർക്കുന്നു, നമ്മുടെ കാരിസ്മാറ്റിക് മൂവ്മെൻ്റൊക്കെ ഫോട്ടോയിലൊക്കെ തുടങ്ങിയപ്പോൾ അവരാണ് ഈ നന്ദി കർത്താവേ എന്നൊക്കെ നമുക്ക് കൂടുതലും സ്തോത്രത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ സ്തോത്രം പറഞ്ഞോ. അല്ല, ഇടയ്ക്കൊക്കെ എന്തും പറഞ്ഞോ? നന്ദി കർത്താവേ, താങ്ക് യു ജീസസ്. സ്തോത്രം. എല്ലാറ്റിനും കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങൾ സാത്താൻ ഓരോന്നായിട്ട് അടിക്കടി നഷ്ടങ്ങൾ വരുമ്പോൾ, പേഴ്സ് കാലിയാകുമ്പോൾ, അടുത്ത ബില്ലുകൾ എങ്ങനെ അടയ്ക്കും, അടുത്ത എക്സ്പെൻസസ് എങ്ങനെ ചെയ്യും, എന്തോ ചെയ്തോണം. പെറുപെറുക്കല്ല, ഈ നടത്തിപ്പിനായിട്ട് പാടാ. ആരെങ്കിലും കണ്ട ഭ്രാന്താന്ന് പറയും, ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ ഇവൻ വട്ടാന്ന് പറയും. പക്ഷെ ബൈബിൾ നമ്മുടെ പ്രമാണം ഉണ്ടെന്നേ. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാറ്റിനും എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. 34-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 34-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. Psalms 34:1. I will bless the Lord at all times. Continually, his praise said, continually be in my mouth. ഇല്ലേ? ഞാൻ നിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും. ഞാൻ എല്ലാ കാലത്തും എൻ്റെ കർത്താവിനെ ഞാൻ എന്ത് ചെയ്യും? വാഴ്ത്തി സ്തുതിക്കും. നന്ദി കാര്യം എപ്പോഴും, എല്ലാ കാലത്തും. അതിരാവിലെ തൊട്ട് രാത്രി വരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല, കണ്ടിന്യൂവലി ഇൻ മൈ മൗത്ത്. സങ്കീർത്തനക്കാരന് ഒത്തിരി ജോലികളുണ്ട്. സങ്കീർത്തനക്കാരന് രാജാവാ. ഒരു രാജാവിന്, ഇവിടുത്തെ കൊച്ചു മുഖ്യമന്ത്രിക്ക്, ഈ പാവയ്ക്ക പോലെ ഇരിക്കുന്ന കേരളത്തിൽ ഭരിക്കുന്ന ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് 1 മിനിറ്റ് സ്വസ്ഥതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ തൻ്റെ റെസ്പോൺസിബിലിറ്റി എത്ര? ഇത് ഒരു വലിയ ദാവീദിൻ്റെ കാലത്തായിരുന്നു രാജ്യം ഇത്രയും വലുതായിട്ടിരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എപ്പോഴും കണ്ടിന്യൂവലി പഴയ ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ ചെയ്യുമാൻ. അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് നടന്ന് ജോലികൾ ചെയ്യുമാൻ. ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്തുതി ഒക്കെ പാട്ടുകളൊക്കെ പാടി നമുക്കും അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈ അന്ത്യകാലത്ത് അത് ആവശ്യമാണ്. കൃപ വ്യാപരിക്കണോ?
പിശാച് വിട്ടുകൊടുന്നത് കാണുന്നു. ട്രബിൾ ചെയ്യുന്ന ശക്തികൾ നമ്മുടെ 7 അയലൊക്കത്ത് അടുക്കത്തില്ല. കൃപയോട് വെളിച്ചത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഒരു വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 50:23. സാംസ് 50:23. ദൈവത്തെ സ്തുതിക്കുന്നവൻ അവൻ ജീവിതം ക്രമീകരിക്കും. എഴുതിയേക്കാം, യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണുന്നു. ചുമ്മാതെ ഒട്ടെ പറയുന്ന പോലെ സ്തോത്രവും നന്ദി കർത്താവേയും പറഞ്ഞ് റിപ്പീറ്റേഷൻ ആക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നീ നിന്റെ നടപ്പിനെ ക്രമീകരിക്കും, ഇല്ലേ? Those who glorifies God, he sets his conduct right എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തിന് മഹത്വം കരയറ്റുന്നവൻ അവൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തും. എന്തിനാണ് നടപ്പിനെ ക്രമപ്പെടുത്തുന്നത്? രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നടപ്പിനെ. അപ്പം അത് പാട്ടാണ്. ഇപ്പോഴത്തെ പാട്ടുകൾ മാറിപ്പോയല്ലോ. ഇപ്പോഴത്തെ പാട്ടുകൾ കീബോർഡിലുണ്ട്, ഈ SX സീരീസിലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ കൊയർ എഫക്റ്റ് ഉണ്ട്. അതൊക്കെ ഇട്ട് ഇപ്പോഴത്തെ പാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. അത് നല്ല സബ്വൂഫറൂടെ ഉണ്ടെങ്കിൽ ആ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു 10,000 പേര് പാടുന്ന ആ കൊയർ എഫക്റ്റ് നമുക്ക് ഒറ്റ ബട്ടണിൽ അവിടെ കിട്ടും. നല്ല കൊയർ എഫക്റ്റും സബ്വൂഫറും ഒക്കെ വന്ന് കൈയൊക്കെ വീശി ഒരു ഇമോഷണൽ മൂവ് അങ്ങോട്ട് കൊണ്ടുവരാൻ സ്ഥിരം പാടുന്നവർക്കും ആ ഫീൽഡിലുള്ളവർക്കും വളരെ എളുപ്പമാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഇല്ലേ പോലും, ആ പാടുന്നവന് ദൈവവുമായിട്ടൊരു ബന്ധമില്ലേ പോലും, രഹസ്യ പാപങ്ങൾ ഒത്തിരി ഉണ്ടേ പോലും, ഇനി ദൈവവൈതൽ അല്ലെങ്കിൽ പോലും. ഇപ്പോഴത്തെ പല പ്രോഗ്രാംസിന്, നമ്മുടെ വിശ്വാസികളുടെ പ്രോഗ്രാംസിന് ദൈവമക്കളല്ലാത്തവർ വന്ന് പാടുന്നുണ്ട്. ഇപ്പം മൊത്തമക്കാരും CSIക്കാർ കാത്തലിക്സും ഒക്കെ പാടുന്നുണ്ട്. കാര്യം ഇപ്പം പ്രൊഫഷണൽ ആൾക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു ടീമിൽ വരിക, വയലിൽ വായിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ വേറെ ആളില്ലെങ്കിൽ ഇവർ ടീമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആണല്ലോ. ഒരാളെ വിളിച്ചുകൊണ്ടെങ്കിൽ വരിക. പക്ഷെ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? പാടുമ്പോൾ, പാട്ടിൽ കൂടെ, സ്തോത്രത്തിൽ കൂടെ നമ്മൾ ഹല്ലേലൂയ നന്ദി കരയേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തെ, those who praise God, ഹല്ലേലൂയ, യെസ്, അവൻ്റെ കണ്ടക്റ്റ് അല്ലെങ്കിൽ അവൻ്റെ നടപ്പിനെ ഒന്ന് എന്ത് ചെയ്യും? ക്രമീകരിക്കും, ഇല്ലേ? ദൈവമക്കൾ, എത്ര പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറി മാറി ഞാൻ വായിക്കുന്ന വേറൊന്നുമല്ല. പഴയ നിയമത്തിലും ദൈവം അത് തന്നെയാണ് പറയുന്നത്, പുതിയ നിയമത്തിലും ദൈവം അത് തന്നെയാണ് പറയുന്നത്. വെറുതെ അങ്ങനെ സ്തുതിക്കാൻ പറ്റത്തില്ല, വെറുതെ അങ്ങനെ പാടാൻ പറ്റത്തില്ല. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ നിൻ്റെ നടപ്പിനെ ക്രമീകരിച്ചാൽ മാത്രമേ നിനക്ക് ആ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വരുന്നൊരു മാറ്റം കൂടെ. എബ്രായ ലേഖനം 13:15, 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിനെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതിർവരമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നു. ഇവിടും എഴുതിയിരിക്കുന്ന കണ്ടിന്യൂവലി ഇൻ മൈ മൗത്ത്. എത്ര വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഈ സ്തോത്രം ഇടവിടാതെ അർപ്പിക്കുവാൻ, എപ്പോഴും എൻ്റെ നാവിലുണ്ടാകുവാൻ ഒരു കണ്ടിന്യൂറ്റി. അത് നിർത്തിയാൽ നീ മരിച്ചു ആത്മീയമായിട്ട്. അതല്ല എൻ്റെ അർത്ഥം. അത് നിർത്തുന്ന സമയത്ത് സാത്താൻ നിന്നെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തും. അത് നിർത്തുന്ന സമയത്ത് സാത്താൻ നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വീഴ്ച വരാതിരിക്കാനാണ് ഇവിടും എന്തോ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന്റെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതിർവരമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അവൻ മുഖാന്തരം നമുക്കതിന് യോഗ്യരാക്കി തീർക്കുക. എല്ലാവർക്കും അത് പറ്റത്തില്ല. യേശു മുഖാന്തരം നമ്മളെ ഹല്ലേലൂയ എന്തിനാണ് യോഗ്യരാക്കി തീർത്താൽ? ഇടപെടാതെ പഴയ നിയമത്തിൽ ഊനമില്ലാത്ത ആടിനെയോ മൃഗത്തിനെയോ ഒക്കെ അറക്കുമ്പോൾ പുതിയ നിയമത്തിലെ യാഗം എന്തോ? യാഗമുണ്ട്. പഴയ നിയമത്തിലുണ്ട് യാഗം, പുതിയ നിയമത്തിലുണ്ട് യാഗം. അത് പ്രമാണപ്രകാരമുള്ള യാഗം അല്ലെങ്കിൽ പഴയ നിയമത്തിലും ദൈവം സ്വീകരിക്കത്തില്ല, പുതിയ നിയമത്തിലും ശുദ്ധിയില്ലാത്ത അതരം കൊണ്ട് ഞാൻ എത്ര നല്ല ശബ്ദത്തോടു കൂടി ദൈവത്തെ ശബ്ദമൊന്നും അല്ല കർത്താവിന് വേണ്ട. ശബ്ദമായിരുന്നെങ്കിൽ ആരുടെ അയ്യപ്പന് വേണ്ടി ശബരിമലയിൽ പോയി പാടുന്ന യേശുദാസ് ഉണ്ടല്ലോ, താൻ ഭയങ്കര അയ്യപ്പ ഭക്തനല്ലേ. ആ യേശുദാസിനെ കൊണ്ടൊക്കെയാണ് ശബ്ദത്തിന് വേണ്ടി നമ്മുടെ ദൈവമക്കൾ പോലും ഇവരെ കൊണ്ടൊക്കെ CD പല പല ആൾക്കാരെ കൊണ്ട് KS ചിത്രയെ കൊണ്ട് യേശുദാസിനെ കൊണ്ടൊക്കെ ഇവിടെ ശബ്ദമല്ല കർത്താവ് സ്വീകരിക്കുന്നത്, ഇത് യാഗമാ ദൈവമക്കളെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതര വിശുദ്ധിയുള്ള അതരത്തോടുകൂടി അതരഫലം എന്ന സ്തോത്രയാഗം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ യാഗം ദൈവസന്നിധിയിൽ, യാഗത്തിനൊരു പ്രമാണമുണ്ട്. അത് കൈൻ്റെയും ഹാബേലിൻ്റെയും യാഗത്തിൽ നമുക്ക് കാണാം. പ്രമാണപ്രകാരം അനുസരിച്ചിട്ടുള്ള
എന്നുള്ള യാഗം മാത്രമേ കർത്താവ് അതിൽ പ്രസാദിക്കത്തുള്ളൂ. ദൈവം പ്രസാദിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത്. ദൈവം നമ്മൾ പ്രസാദിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ പ്രൊവിഡൻസും കർത്താവിൻ്റെ കരുതലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന അധരഫലം എന്ന സ്തോത്രയാഗം കണ്ടിന്യൂസ് ആയിട്ട് സ്തോത്രം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പാട്ടുകൾ എന്ത് ചെയ്യണ്ട, കേൾക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതങ്ങ് തൽക്കാലം മാറ്റിവെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, യേശുവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് കേൾക്കുക മാത്രമല്ല, നല്ല മ്യൂസിക് കേൾക്കാൻ നമുക്കിഷ്ടമാണ്, പാടുവാൻ. ഇവിടെ കേൾക്കാനാണോ എഴുതിയിരിക്കുന്നത്? നല്ല മ്യൂസിക് ക്രിസ്ത്യൻ മ്യൂസിക് കേൾക്കാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതല്ല. അധരഫലം എന്ന സ്തോത്രയാഗം എല്ലാം ഒന്ന് പ്രമാണപ്രകാരം നമുക്ക് അയക്കാം. ഇവിടെ നമ്മൾ ഈ 3-4 വാക്യങ്ങൾ നമ്മൾ കണ്ടു. എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എപ്പോഴും കർത്താവിന്. ഇതെല്ലാം എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മരുന്ന് ഇരുന്നപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, അങ്ങനെയാണോ? അല്ല, എപ്പോഴും, വിത്തൗട്ട് എ ബ്രേക്ക്. അതിന് ബ്രേക്ക് വരുത്തിയാൽ എന്ത് സംഭവിക്കും? ഞാനിപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഈ ശ്വാസം ഞാനൊരു 10 മിനിറ്റ് പിടിച്ചു വെച്ചാലെന്ന്, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങി ഞാൻ 1.5 മിനിറ്റ് വരെയൊക്കെ നിന്നിട്ടുണ്ട്. അതാണ് മാക്സ്, അത്ര എനിക്ക് പറ്റത്തുള്ളൂ. നിങ്ങളാരെങ്കിലും അതിൽ കൂടുതൽ നിന്നിട്ടുണ്ട് പറ്റുമായിരിക്കും. എനിക്ക് 1.5 മിനിറ്റ് നിൽക്കും. 1 മിനിറ്റ് തന്നെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. മുങ്ങി നമുക്ക് പണ്ടൊക്കെ ഈ കസിൻസൊക്കെ തമ്മിൽ കോമ്പറ്റീഷൻ എടുക്കുമായിരുന്നു. 10 മിനിറ്റ് വല്ലോ ഞാൻ ശ്വാസം പിടിച്ച് നിന്ന് എന്തായി തീരും? നേരെ മക്ബല്ല സെമിത്തേരിയിലേക്ക് കൊണ്ടുകൊണ്ട് വരും. നടക്കത്തില്ല, മരിച്ചു. അപ്പം ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആത്മീയമായിട്ട് മരിച്ചു പോകണ്ടായെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി ഇടപെടാതെ സ്തോത്രം ചെയ്യുവാൻ. മക്കളെ, ഈ വർഷം ഒരു ആവശ്യമില്ലാത്ത നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തൽക്കാലം പെൻഡിങ് ആയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതൊക്കെ ദൈവം തീരുമാനമെടുക്കും. ചില വിഷയങ്ങളൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ല ദൈവം തീരുമാനം എടുക്കുക. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ദേശശക്തിയൊക്കെ എന്ത് ചെയ്യണം? ആത്മശക്തി പ്രാപിച്ച് ആരാധിച്ച് ജയിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രത്തിനും യാഗത്തിനും നമ്മൾ ഡൗൺ ആയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർത്താവിന് നന്ദി കരയറ്റാനൊന്നും എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഡൗൺ ആക്കി തീർക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ 19-20 കൂടെ പെട്ടെന്ന്. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. ദൈവത്തെ ഭയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലാണ് നിങ്ങൾ നടത്തപ്പെടേണ്ടത്. യെശയ്യാപ്രവചനം 4-ാം അധ്യായത്തിലൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ദ ബേണിംഗ് സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഈ ആത്മാവിനെ പറ്റി പഴയ നിയമത്തിൽ യെശയ്യാപ്രവാചകൻ വ്യക്തമായിട്ട് എഴുതിയെങ്കിൽ ജ്വലിക്കുന്ന ആത്മാവ്, അല്ലെ ന്യായം വിധിക്കുന്ന ആത്മാവ്. ആത്മാവിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷം നിങ്ങൾക്ക് എഴുതാമല്ലോ, പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊരു ക്ഷമയില്ല, അതിന് പിന്നെ ഒരു യാഗം ശേഷിക്കുന്ന ഇല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ല എന്ന് എഫെസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, അതിന് ഇനി ക്ഷമയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നടത്തിപ്പിന് ഇല്ലേ, ഈ ആത്മാവിൽ ഒരു വളർച്ച ഉണ്ടാകുവാനാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. ഡു നോട്ട് ക്വെൻച്ച് ദ സ്പിരിറ്റ്. പക്ഷേ എന്ത് ചെയ്യണം? ആത്മാവിൽ വളർച്ച ഉണ്ടാക്കണം. ഒത്തിരി പേര് രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടുന്ന സമയത്ത് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ പോലും നല്ലപോലെ ആത്മാവിൻ്റെ നടത്തിപ്പിൽ നല്ല വെളിപ്പാടുകൾ കിട്ടി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവരെ ദൈവത്തിന് പ്രസാദമല്ലാത്ത മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോൽ പരിശുദ്ധാത്മാവിൻ്റെ അളവങ്ങ് കുറഞ്ഞു വരും. ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിന് എന്ത് ചെയ്യണം? കെടുക്കരുത്. യെസ്, ആര് വചനം പറഞ്ഞാലും ഈ അന്ത്യനാളുകളാ, ഇതിനെല്ലാം നമ്മൾ പോലും അറിയാതെ പറഞ്ഞില്ല. ഒരു ശക്തനായ ദൈവദാസനാ ഈ കഴിഞ്ഞ ആഴ്ച വചനപ്രകാരം പോഷത്വം, എനിക്ക് സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ വചനപ്രകാരം പോഷത്വമാണ് പറഞ്ഞത്. കത്തോലിക്കർ പോലും യാക്കോബക്കാർ പോലും അതെടുത്ത് ഷെയർ ചെയ്യുക. അവർക്കിപ്പം രാഷ്ട്രീയ ബലം വേണം. കാരണം നമ്മളിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദൈവദാസൻ്റെ കയ്യിൽ നിന്നും പഴയ ദൈവദാസന്മാരുടെ ആരുടെയും വായിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ലോകം കേട്ടിട്ടില്ല. അവരെ നമ്മളെ ആൾക്കാർ നിന്ദിച്ചാലും നമ്മൾ കർത്താവിനോട് മാത്രമേ അത് പറയത്തുള്ളൂ. സംഘടിച്ച് പഴയ നിയമം പോലെ തിരിച്ചങ്ങോട്ട് അമാലേക്കിന് യുദ്ധം ചെയ്യുന്ന പോലത്തെ പണിയൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷേ സംഘടിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ ഒരു MLA വേണം, MP വേണം എന്നൊക്കെ പറയുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ നല്ല വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പ്രസംഗിക്കുന്ന കൺവെൻഷൻ പ്രാസിംഗ് ദൈവദാസന്മാരൊക്കെ ഉണ്ട്, അങ്ങനെ നല്ലൊരു വചനം പഠിപ്പിക്കുന്ന അവരൊക്കെ മാറിപ്പോകുമ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആരെന്തു പറഞ്ഞാലും നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇനി ഞാൻ നാളെ കൃപയിൽ നിന്ന് മാറിപ്പോകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, മനുഷ്യനല്ലേ. മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി ഞാൻ
വചനത്തിന് വിരുദ്ധമായി പറഞ്ഞാൽ പോലും വചനം പറയുന്നത് എന്തുവാ? ശോധന ചെയ്യണം. ഇത് അതുകൊണ്ട് ആത്മാവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് പെട്ടെന്ന് ആത്മാവിൽ നിന്ന് അല്ലാതെ ഒരു കാര്യം പറഞ്ഞാൽ ടീ നടിക്കും, ഇവിടെ അലാ പിടിക്കും. അത് തെറ്റാണല്ലോ അതൊക്കെ പറഞ്ഞത്. അത് വചനപ്രകാരമല്ലല്ലോ, നമ്മുടെ അറിവിലല്ല. അതെല്ലാം പരിശുദ്ധാത്മ, അപ്പോൾ വളരെ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ. 21, 22 സകലവിധ ദോഷത്തൊന്നും വിട്ടകലുവീൻ. പിന്നെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും വിട്ടകലുവാൻ പറഞ്ഞിട്ടാണ്. സകലവിധ ദോഷമില്ലേ, എന്തൊക്കെയാണ് നമ്മളറിയാതെ ഫോക്കസ് മാറി ലോകത്തിലേക്ക് പോകുന്ന ഏത് വിഷയം, നമ്മുടെ കാഴ്ചപ്പാട് തീരുമാനങ്ങളൊക്കെ മാറുന്ന ഏത് വിഷയത്തിൽ നിന്നും വിട്ടകന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുക, വലിയവനായ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ. കാര്യം ഫൈനലി അവസാനം ഓരോ ലേഖനത്തിൻ്റെയും ഈ ലേഖനത്തിൻ്റെയും അവസാനത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കട്ടത്. മേ ദ ലോർഡ് പ്രിസേർവ് യു ബ്ലെയിംലെസ്. കുറ്റമില്ലാത്തവരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യട്ടെ? പ്രിസേർവ് ചെയ്യട്ടെ. ചീത്തയായി പ്രിസേർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മധുരം ജാമായിട്ടുണ്ടാക്കും. പണ്ടൊക്കെ പാളയന്തോൺ പഴമൊക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെച്ച് എന്ത് ചെയ്യും? ജാം ഉണ്ടാക്കും. എന്ത് പഴം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഈ അസിഡിറ്റി കൂടിയ പഴമാണ് നന്നായിട്ട് തീരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അസിറ്റിക് ആസിഡിൻ്റെ പൊടിയൊന്നും നമ്മൾ ഇടണ്ട ജാമാകാൻ. അപ്പം എന്തും നമ്മൾ ചക്കയൊക്കെ അങ്ങനെ അലുവയാക്കണം. മധുരമിട്ടും നമ്മൾ പ്രിസേർവ് ചെയ്യും ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. ഉപ്പിട്ടും നമ്മൾ അച്ചാറ് പോലെ എന്ത് ചെയ്യും? ചീത്തയായി പോകാതിരിക്കാൻ. ആ ഒരു പദമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നല്ലപോലെ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്, വില കൊടുത്തു ഇത്രയും നാളും. അവസാനം വന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി നിങ്ങൾ ഔട്ടായി പോകാതിരിക്കാൻ. മേ ദ ലോർഡ് പ്രിസേർവ് യു ബ്ലെയിംലെസ്. അല്ലെങ്കിൽ കുറ്റമില്ലാത്തവരായിട്ട് നിഷ്കളങ്കരായിട്ട് കർത്താവ് നിങ്ങളെ കാക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൃപ ഇല്ല 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കൃപ നിങ്ങളുടെ കൂട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ലേഖനം എവിടെയൊക്കെ വായിക്കണം? 27 അത്രേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ലെറ്റ് ഇറ്റ് ബി റെഡ് എമംഗ് ഹോളി ബ്രദർ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ വെറും സഹോദരന്മാരല്ല. ഒരു വാക്ക് വിട്ടുപോയി ട്രാൻസ്ലേഷൻ, ചിലപ്പോൾ POC ബൈബിൾ കാണും. വിശുദ്ധിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധിയിൽ പണിയപ്പെടുന്ന നമ്മളെ എങ്ങനെയാണ് ബൈബിൾ കാണുന്നത്? ലോകം എങ്ങനെയാണ് നമ്മളെ കാണുന്നത്? പെന്തിക്കോസുകാർ ഭയങ്കര, ആ പദത്തിന് ഭയങ്കര ഒരു ഗ്രൂപ്പിസമാണ്. നമ്മൾ മറ്റവർ ഇന്ന സഭ, നമ്മളാരാണ്? ചില സഭ നമുക്കങ്ങനെ ഇല്ലായിരിക്കും. നമുക്കങ്ങനെ നമ്മളിവിടെ അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. ചിലർ ആ പദത്തിന്, ആ പേരിന്, ആ ടെർമിനോളജി, ആ കമ്മ്യൂണിറ്റി, പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഒരു കാര്യവുമില്ല. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഹോളി ബ്രദേൺ. നമ്മൾ ആരായിത്തീരണം? വിശുദ്ധ സഹോദരന്മാർ, വിശുദ്ധിയിൽ പണിയപ്പെടുന്ന നിങ്ങളുടെ ഇടയ്ക്കാണ് ഇത് വായിക്കപ്പെടേണ്ട. കാര്യം ഈ ലേഖനം മുഴുവനും വിശുദ്ധിക്കായിട്ട്, നിങ്ങളെ കഷ്ടതയ്ക്കായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെ കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുവാനാണ് തിരഞ്ഞെടുത്തിരിക്കും. നിങ്ങൾ വലിയൊരു ശുശ്രൂഷ. നമ്മൾ മറ്റുള്ള ലോക മനുഷ്യരെ നോക്കാൻ പോയാൽ ഈ കാഴ്ചപ്പാടെല്ലാം മാറിപ്പോകും. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വചനം അനുവദിക്കാത്ത കാര്യങ്ങളും ചെയ്യാനൊക്കെ കഴിയും. അപ്പം സ്തോത്രം. മറ്റൊരു സുവിശേഷം ഇനി നമ്മൾ അടുത്ത ആഴ്ചയോട് ചിന്തിക്കാൻ പോകുമ്പോൾ 2 തെസ്സലോനിക്കർ മുഴുവനും ദുരുപദേശത്തിൻ്റെ എതിരെയും അവർ പോകുന്ന കഠിനമായിട്ടുള്ള കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ കഷ്ടതയ്ക്കെതിരെയും ഒക്കെ അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സത്യ ഉപദേശത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ ഉപദേശത്തിൽ നിന്നൊന്ന് മാറിപ്പോയാൽ സാത്താൻ നിൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യുവാൻ കഴിയും. നീ മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക്, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുവാനിടയായി തീരട്ടെ. എപ്പോഴും നമ്മൾ വായിക്കുന്ന വാക്യമാണ്. അത് വായിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ലോർഡ്സ് പ്രേയർ പറയുന്ന പോലെ, സ്വർഗസ്വനായ പിതാവേ എൻ്റെ എന്ന് പറയുന്ന പോലെയാണ് ഈ ഭാഗം. നമുക്ക് എല്ലാ തിരുവത്താഴത്തിൻ്റെ ആഴ്ച നമ്മളങ്ങ് വായിക്കും. 14-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവം ഇഷ്ടം. ഇതിങ്ങനെ നമ്മൾ കൊച്ചിലോട്ട് ഞാനും കേൾക്കുന്നത്, ഞാനും പാസ്റ്ററിൻ്റെ മോനല്ലേ, വലിയപ്പച്ചനും കർത്താവിൻ്റെ വേല ചെയ്യുവാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിങ്ങളും കേൾക്കുക, ഞങ്ങളും കേൾക്കുക, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് പോകാതെ ഇതിൻ്റെ അകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്. ഈ തെസ്സലോനിക്കയിലെ സഭയെ ഇത്രയും വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് അവർക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ അവരൊത്തിരി മാറിപ്പോകാതിരിപ്പാൻ, ദുരുപദേശക്കാറ്റിൽ മാറിപ്പോകാതിരിപ്പാൻ അവരെ ഉപദേശിച്ചാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ. നമുക്ക് ഈ വർഷം നമ്മുടെ ടെൻഷനുകളും ഭാരങ്ങളും, ഒത്തിരി ടെൻഷനുണ്ട്. ഓരോ വർഷം തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്ക് ടെൻഷനുണ്ട്, ജോലിയുള്ളവർക്ക് ടെൻഷനുണ്ട്, പല സെറ്റിൽമെൻറ്റ്സ് നമുക്ക് കാണും. അക്കൗണ്ടുകൾ കാലിയായി വരുന്ന അനുസരിച്ച് ടെൻഷനുണ്ട്. വരുമാനം കൂടുന്നില്ല, പക്ഷേ ചിലവുകൾ എന്ത് ചെയ്യുക? ഭയങ്കരമായിട്ട് കൂടുന്നു. എല്ലാ ടെൻഷനും ആരുടെ കാര്യങ്ങൾ കൊടുക്കാം? സ്തോത്രം. നമ്മളെ കരുതാമെന്ന് കരുതിയ ഒരു കർത്താവുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെട്ടത് നിങ്ങൾ.